بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العلي العظيم. ഏറെ ബഹുമാനവും ആദരവും പറഞ്ഞ മുഅ്മിൻ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു നാം എല്ലാവരെയും അവനിഷ്ടപ്പെട്ട വഴിയിലൂടെ ജീവിതം മുന്നോട്ട് നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളെയും സാധ്യതകളെയും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ഇനി വരുന്ന ദിവസങ്ങളിൽ സൂക്ഷ്മതയോടെ നിന്നെ ഓർമ്മിച്ചുകൊണ്ട് തഖ്വയോടെ തസ്ബീഹത്തുൻ നഫ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് നീ തരണേ പടച്ചവനേ. നിന്റെ ബലാ മുസീബത്തുകളെ തന്നുകൊണ്ട് നമ്മളെ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടിലായി ഓപ്പറേഷന് വിധേയരായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവർ അല്ലാഹുവേ, അവരെ നിനക്കറിയാം. എന്താണ് ഖൈറെന്നും നിനക്കറിയാം അല്ലാഹുവേ. ഖൈറ് പോലെ ഖൈറായി അവർക്ക് നീ എല്ലാം നിഅമത്തായി മാറ്റിക്കൊടുക്കണേ പടച്ചവനേ. നമ്മളെ ആരെയും ഈ രോഗം തന്നുകൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന സമയം നിന്റെ തൗഹീദിന്റെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാൻ തൗഫീഖ് കിട്ടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ, ഈ പാപികളായ നമ്മളെ എല്ലാവരെയും നീ പെടുത്തണേ അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കളെ നീ പെടുത്തണേ പടച്ചവനെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ അഹലുകാരെയും എല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ നീ പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ശവ്വാൽ മാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ചയിലാണ് ഏറെക്കുറെ പരിശുദ്ധരായ നിലയിൽ, നിഷ്കളങ്കരായ നിലയിൽ നമ്മളെല്ലാവരും ജുമുഅ നമസ്കാരത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. ഭൗതികമായ തിരക്കുകളിലേക്കും ഭൗതികമായ പെടാപ്പാടുകളിലേക്കും വല്ലാതെ ബുദ്ധിമുട്ടിയും സന്തോഷിച്ചും മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്ന് നമുക്കറിയാം. റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത പരിശുദ്ധിയും റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രതീക്ഷയും, അത് രണ്ടിലും എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റോ സംഘട്ടനമോ വരുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും സ്വയം പരിശോധിക്കുന്ന സമയമാണ്. റമദാൻ മാസത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ ചെയ്ത കർമ്മങ്ങളൊന്നും എനിക്ക് എന്തുകൊണ്ട് ശവ്വാലായപ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അസ്വസ്ഥതയും നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നത്. ഒരു മാസത്തിൽ നമ്മൾ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ആ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും നമ്മളാണെന്നുള്ള സ്വയം ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ആ ബോധം നമുക്കുണ്ടാകും.
ഇല്ലാത്തവർ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് തിരിച്ചറിവും ബോധവും തന്നുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ശവ്വാൽ മാസം നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ചർച്ചയിൽ വരേണ്ടതും നമ്മുടെ മെയിൻ അജണ്ടയായി മുന്നിലേക്ക് വരേണ്ടതുമാണ് മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത മാസം അഥവാ ജൂലൈ 4-ാം തീയതി നമ്മുടെ മദ്രസകൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഹയർ സെക്കൻഡറിയുടെ ഏകജാലകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഡ്മിഷൻ പ്രോസസ്സിങ്ങും അഡ്മിഷൻ പ്രൊസീജിയറും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭൗതികമായ തലത്തിലെ വിദ്യാഭ്യാസമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മതപരമായ അറിവ് 1-ാം ക്ലാസ് മുതൽ ആരംഭിക്കുന്ന 12-ാം ക്ലാസ് വരെ ഇപ്പോൾ നീണ്ടു നിൽക്കുന്ന മദ്രസ സംവിധാനം, ആ സംവിധാനത്തിന് നമ്മളെല്ലാവരും വേണ്ട രീതിയിലുള്ള പരിഗണനയും പ്രാധാന്യവും കൊടുക്കുന്നുണ്ടോ എന്നുകൂടി ചോദിക്കേണ്ട സമയമാണ്. സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് പ്രവേശനോത്സവമായും അനുബന്ധമായ കാര്യങ്ങളായും പൊതുവിഷയമായി ആ സംവിധാനത്തെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. മദ്രസകൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ പോകുന്നവരാണ്. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കും നമ്മുടെ മക്കൾ. അങ്ങനെയുള്ള നേരിയ ചലനം പോലും പൊതു ചർച്ചകൾ പോലും പലപ്പോഴും വരാറില്ല എന്നുള്ളത് സങ്കടമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നുപെടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആത്മീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദിക്കാനും വാദിക്കാനും ആരുണ്ടെന്നുള്ള ചോദ്യമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. മതവിജ്ഞാനത്തിന്റെ അടിത്തറയായി ഇന്ന് നിലവിലുള്ള സംവിധാനമാണ് മദ്രസ സംവിധാനം. മദ്രസകൾ മതപരമായ അറിവുകൾ പഠിക്കാൻ നേടാൻ ഇന്നുള്ള സംവിധാനം മദ്രസയാണ്. മതപരമായ അറിവ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും അറിയാത്തവരല്ലല്ലോ നമ്മൾ. നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ, ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ, ഗ്രഹിക്കാൻ നമുക്ക് എവിടെ നിന്നാ സാധിക്കുക? സ്കൂളിൽ പോയാൽ സാധിക്കില്ലല്ലോ. സ്കൂളിൽ പോയാൽ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്നതിന് ഘടകവിരുദ്ധമായ ചില കാര്യങ്ങൾ മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദീനുമായി ഒത്തുപോകാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ വിദ്യാർത്ഥി ഒരു കാര്യം പഠിക്കുന്നു, അതേ വിദ്യാർത്ഥി വന്ന മദ്രസയിലേക്കും വരുന്നു. കുട്ടി ചിന്തിക്കുന്നത് ഇതിലേതാണ് ശരി, ഏതാണ് ശരി? പല തത്വങ്ങളും പല സിദ്ധാന്തങ്ങളും പഠിക്കുമ്പോൾ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപപരിണാമം കുരങ്ങിൽ നിന്നാണെന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സംവിധാനം നേരത്തെ ഉള്ള അത്ര വ്യാപകമായിട്ടില്ലെങ്കിലും എവല്യൂഷൻ തിയറി ഇന്നും സ്കൂളിലെ പഠന വിഷയമാണ്. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി. എന്നാൽ ദീനെന്താ പഠിപ്പിക്കുന്നത്? മനുഷ്യനുണ്ടായത് ആദ്യ പിതാവാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാകുന്നു. നീ ലോകത്ത് അതിജയിക്കണമെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന വിഖ്യാതമായ തിയറി ഇന്നും നമ്മളെപ്പോലുള്ളവർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളത് മാത്രമേ അതിജയിക്കൂ. അതിന്റെ ഒരു ഭാഗത്ത് നമുക്ക് ന്യായീകരിച്ചുകൊണ്ട് സാധൂകരിക്കാം, ശരിയാണ്, നിഷേധിക്കുന്നില്ല. എന്നാൽ മതം പഠിപ്പിക്കുന്നത്, ദീൻ പഠിപ്പിക്കുന്നത് സഹകരണത്തിലൂടെയും ഒരുമയോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് ദീൻ പഠിപ്പിക്കുന്നു. ബുദ്ധിയുള്ള വിദ്യാർത്ഥി ആലോചിക്കും, സ്കൂളിൽ വെച്ച് അങ്ങനെ, മദ്രസയിൽ വെച്ച് എങ്ങനെ, വിച്ച് വൺ ഈസ് റൈറ്റ്, വിച്ച് വൺ ഈസ് റോങ്, ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത് നമുക്ക് കിട്ടേണ്ട മതപരമായ അറിവ് കിട്ടാത്തത് കൊണ്ടാണ്. മതപരമായ വിഷയങ്ങളിൽ എന്തുമാകാം, അതൊന്നും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയും ഭൗതികമായ വിഷയമാകുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ സ്പെസിഫിക്കായ നോളജ് കിട്ടുവാൻ വേണ്ടി നമ്മൾ റിസർച്ച് പോലും നടത്താൻ തയ്യാറാകുന്നു. ആ കാര്യം തെറ്റെന്നല്ല, ശരിയാണ്, 100% ശരിയാണ്. വിദ്യാഭ്യാസത്തെ ഭൗതികമെന്നും മതപരമെന്നും വേർതിരിക്കുന്ന സിസ്റ്റത്തോട് ഇസ്ലാമിന്റെ വിയോജിപ്പാണ്.
പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി രണ്ടായി വേർതിരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് മതപരമായ മതവിശ്വാസത്തിന്റെ അടിത്തറയാകുന്നു മദ്രസ വിദ്യാഭ്യാസം. ഇന്ന് മദ്രസ വിദ്യാഭ്യാസം ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതിസന്ധികൾ തന്നെ പറയാൻ മണിക്കൂറുകളുണ്ട്. അതിൽ നമ്മുടെ നാട് നേരിടുന്ന, നമ്മുടെ മദ്രസ നേരിടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയും അതിന് പരിഹാരം കാണേണ്ടത് കമ്മിറ്റിക്കാരല്ലെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുകയും കമ്മിറ്റിക്കാർ മുന്നിൽ നിൽക്കുമ്പോൾ പിറകെ അല്ലെങ്കിൽ കൂടെ നാട്ടുകാരൻ നിന്നാൽ മാത്രമേ മദ്രസ ഭംഗിയായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും, പണ്ട് ഈ മദ്രസയിൽ 1000 പേരുണ്ടായിരുന്നു, ഇന്ന് 100 പേര് മാത്രമേ ഉള്ളൂ എന്ന് പരിതവം പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചിന്തിക്കാൻ ചില ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. അതെന്തുകൊണ്ട്? ഉത്തരവാദിത്വം നമുക്കില്ലേ? എന്റെ മകനെ, എന്റെ മകളെ ഞാൻ സൺഡേ മദ്രസയിലേക്ക് അയക്കുന്നു, സ്കൂളിലേക്ക് അയക്കുന്നു, മതപരമായ അറിവിന് വേണ്ടി. മോറൽ സ്റ്റഡീസ് എന്നോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നോ ഒരു ടൈം ടേബിൾ, ഒരു പീരീഡ് കൊടുക്കും, 3/4 മണിക്കൂർ. പല സ്ഥലങ്ങളിലും അത്തരം മോറൽ ക്ലാസുകളും സ്പിരിച്വൽ ക്ലാസുകളും എടുക്കുന്നവരുടെ അക്കാദമിക് യോഗ്യത പരിശോധിച്ചാൽ നമുക്കറിയാം 0 എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അവർ യോഗ്യരല്ല. പലരും യോഗ്യരല്ല. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നവ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സ്വകാര്യമായി സംസാരിക്കാം. എവിടെയെന്ന് സ്വകാര്യമായി സംസാരിക്കേണ്ട വിഷയമല്ലല്ലോ ഇത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അയച്ച് 23 കൊല്ലം കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ കേവലം 1-2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ മക്കൾക്ക് കിട്ടുമെന്ന് നാം ചിന്തിക്കുന്നത്, നാം ആലോചിക്കുന്നത് തെറ്റാണോ ശരിയാണോ? മതപരമായി കുറച്ച് അറിവെങ്കിലും കിട്ടണമെങ്കിൽ 6 ദിവസം നടക്കുന്ന മദ്രസയിലേക്ക് തന്നെ അയക്കണം. 6 എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒഴിവാണല്ലോ. 6 ദിവസം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. മദ്രസ വിദ്യാഭ്യാസം കാട്ടിക്കൂട്ടേണ്ടതല്ലോ. കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി, കൃത്യമായൊരു പദ്ധതിയോടുകൂടിയാണ് ഇന്ന് വളരെ ബൃഹത്തായ സംവിധാനത്തോടു കൂടിയാണ് മദ്രസ സംവിധാനം നടക്കുന്നത്. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരിൽ ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചില പരാജയങ്ങൾ. പ്രതിസന്ധികളിൽപ്പെട്ട ഒന്നാമത്തെ പ്രതിസന്ധിയാണ് മദ്രസ വിദ്യാഭ്യാസത്തിന് മുസ്ലിം സമുദായം മുമ്പ് കൊടുത്തിരുന്ന അത്ര പ്രാധാന്യം ഇന്ന് കൊടുക്കുന്നില്ല. അത് വലിയൊരു പ്രതിസന്ധിയാണ്. മുമ്പ് കൊടുത്തിരുന്ന പ്രാധാന്യം, മുമ്പുണ്ടായിരുന്ന അതേ ദീൻ തന്നെയാണ് ഇന്നത്തെ ദീനും. മുമ്പുണ്ടായിരുന്ന അതേ ദീൻ തന്നെയല്ല ഇന്നത്തെ ദീനും. മുമ്പുണ്ടായിരുന്നവർ കൊടുത്ത താല്പര്യം, നൽകിയിരുന്ന പ്രാധാന്യം ഇന്ന് നൽകുന്നില്ല. ഇതാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ആരംഭിക്കുമ്പോൾ ആദ്യമായി ഒന്നാമത്തെ ക്ലൂ ആയി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. അതിന്റെ ഉത്തരവാദികൾ ആരാ? ഉത്തരവാദികൾ രക്ഷിതാക്കളാണ്, വിദ്യാർത്ഥികളല്ല. രക്ഷിതാക്കൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടിയെ മദ്രസയിലേക്ക് അയക്കുമ്പോൾ, സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവിടെ 3 പേരാണ് ഒരേ സമയത്ത് ചേരുന്നത്. ഒന്ന് കുട്ടിയാണ്, മറ്റൊന്ന് പാരന്റാണ്, മറ്റൊന്ന് അവന്റെ ടീച്ചറും അവന്റെ ഉസ്താദുമാണ്. ഇത് 3 സമഞ്ജസമായി മുന്നോട്ട് പോയാൽ മാത്രമേ മദ്രസയായാലും സ്കൂളായാലും ഭംഗിയായി മുന്നോട്ട് പോവുകയുള്ളൂ. എന്റെ മകനെ ഞാൻ 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സുകളിലോ അയച്ചു എന്നുള്ള കാരണം കൊണ്ട് എന്റെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്നർത്ഥം. മറ്റൊരു വലിയൊരു പ്രശ്നമാണ് മദ്രസയിലേക്ക് അയക്കുന്നവർ തന്നെ എന്റെ മകനും എന്റെ മകളും എന്താണ് പഠിക്കുന്നത് എന്ന് പോലും അന്വേഷിക്കാൻ നമ്മളിൽ പെട്ടവർ പലരും തയ്യാറാകുന്നില്ല. ഉമ്മ ഞാൻ സ്കൂളിൽ 10ാം ക്ലാസ്സിലെത്തി, അതുകൊണ്ട് ഇനി മദ്രസയിലേക്ക് പോയാൽ ഇനി പറ്റൂല ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് ചോദിക്കാൻ കഴിയണം, മോനെ നിനക്കെന്തേ 5ഉം 6ഉം ഭാഷകൾ പഠിക്കാനുള്ള കപ്പാസിറ്റി നിനക്കില്ലേ മോനെ? ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയട്ടെ, മതപരമായി, വിദ്യാഭ്യാസപരമായി, ഭൗതികമായി 2 അറിവുകൾ നേടി ഉന്നതമായ സ്ഥാനത്തെത്തിയ അത്ര ഇന്ന് ഒരു വിദ്യാഭ്യാസം നേടിയവർ എത്തിയിട്ടില്ല. പരിശോധിക്കാം, ചരിത്രം പരിശോധിക്കാം. മദ്രസയും സ്കൂളും ഒരേപോലെ കൊണ്ടുപോയിട്ട് മികച്ചു നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒന്ന് മാത്രം പഠിച്ചുകൊണ്ട് അവൻ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ പറയും, ഉമ്മ ഞാൻ നിർത്തി. ഉമ്മ പറയും, ആ ശരിയാണല്ലേ, മോനക്ക് കുറെ ഹോംവർക്കും അസൈൻമെന്റും ചെയ്യാനുണ്ടല്ലോ, സെമിനാറൊക്കെ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് പോട്ടെ, മദ്രസയിലേക്ക് പോകണ്ട. ആ കുട്ടിയാണോ ഉന്നത സ്ഥാനത്തെത്തുന്നത്? അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് 5 മണിക്കോ 6 മണിക്കോ എഴുന്നേറ്റ് വെളിച്ചം വരുന്നതിന് മുമ്പേ മദ്രസയിലേക്ക് പോയി, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം മദ്രസയിലേക്ക് വന്ന് പഠിക്കുന്ന, സ്കൂളും മദ്രസയും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന് നാട്ടിൽ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. 2ഉം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉയർന്നു നിൽക്കുകയാണ്. മെഡിക്കലിന്റെയും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിന്റെയും റിസൾട്ട് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ വർഷം
കോഴിയോട് നിന്നാണല്ലോ 1ാം റാങ്ക് കിട്ടിയ കുട്ടി. ആ കുട്ടി 12ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിരുന്ന കുട്ടിയായിരുന്നു. നമുക്കറിയാലോ, നമ്മുടെ നാട്ടുകാരനാണല്ലോ. നമ്മൾ ഇതിനെ മാറ്റി വെക്കുകയാണ് മദ്രസ. ഇത് പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗമാണ്. മറ്റൊന്ന്, വളരെ പ്രധാനമായ മറ്റൊരു കാര്യം, എല്ലാ കാര്യങ്ങളും എന്റെ മോനെ മദ്രസയിലേക്ക് അയച്ചാൽ തീർന്നു, എല്ലാം ഉസ്താദ് നോക്കിക്കൊള്ളും എന്ന് പറയുന്ന ഒരു മൂഢമായ ധാരണ ഉണ്ട്. മദ്രസയിൽ കിട്ടുന്ന സമയം 7 മണി മുതൽ 8:30 മണി വരെയാണ് ഇപ്പോൾ ഉള്ള സമയം. അത് തന്നെ 8 മണിയാകുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ വാഹനങ്ങൾ വരും. ഇംഗ്ലീഷ് മീഡിയത്തെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താനേ പാടില്ല. ഇംഗ്ലീഷ് മീഡിയം ഇന്നൊരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്, നിഷേധിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് മീഡിയം വന്നതുകൊണ്ടാണ് മദ്രസകൾ തകർന്നു പോയത് എന്ന് നാം സംസാരിക്കുമ്പോൾ ഒരു പച്ച പരമാർത്ഥത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലോടൊപ്പം, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളലോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തിന് വിഘ്നമോ തടസ്സമോ വരാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ചർച്ചയായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ മതപരമായി നല്ല നിലയിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ചെറുതായി കാണിക്കാൻ പാടില്ല. പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ മതപരമായി പഠിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മദ്രസയിൽ അയക്കാതിരിക്കാനുള്ള കാരണമായി അതിനെ കാണാൻ പാടില്ല. രണ്ടും രണ്ടായി പോകട്ടെ. ഇംഗ്ലീഷ് മീഡിയത്തിൽ മതപരമായ പഠനം കിട്ടിക്കോട്ടെ, പ്ലസ് മദ്രസയിലെയും പഠനം വളരെ നിർബന്ധമാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണല്ലോ ഒരു മകൻ മരണാസന്നനായിട്ട് കിടക്കുമ്പോൾ മോൻ പറഞ്ഞു, ഉപ്പ എന്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ കൊണ്ടുപോവാ ഉപ്പ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. SLC മുതൽ ആ കുട്ടി പഠിച്ച മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്നു. എല്ലാം കൊണ്ടുവന്നു, കയ്യിൽ കൊടുത്തു. മോനെ ഇതാ മോനെ സർട്ടിഫിക്കറ്റ്. മോൻ പറഞ്ഞു, ഉപ്പ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് ഉപ്പ, ഈ സർട്ടിഫിക്കറ്റുകൾ ഞാൻ ഇന്ന് കണ്ണടച്ചാൽ അത് ഇൻവാലിഡ് ആയി ഉപ്പ, തീർന്നു, പിന്നെ അതിന് വാലിഡിറ്റി ഇല്ലല്ലോ ഉപ്പ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ കണ്ണടച്ചാൽ, എന്റെ ശ്വാസം അങ്ങ് പോയാൽ എനിക്ക് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കാനുള്ള എന്ത് സർട്ടിഫിക്കറ്റാ ഉള്ളത്? ഈ സമയത്ത് ഉപ്പ പറഞ്ഞു, ഉപ്പ ചിന്തിച്ചു, ഈ മകനെ ഞാൻ LKG മുതൽ ഉപരി പഠനത്തിൽ വരെ അയച്ചിട്ട് അള്ളാഹ് എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു എന്നല്ലാതെ ഈ അള്ളാഹ് ആരാണെന്ന് തിരിച്ചറിയാൻ, റസൂൽ ആരാണെന്ന് തിരിച്ചറിയാൻ, ഈ പ്രപഞ്ചത്തിന്റെ ഘടന എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു അറിവും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ എന്ന് ഖേദപ്രകടനം നടത്തുന്ന ഒരു സംഭവം എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇത് വസ്തുതയല്ലേ? ഇങ്ങനെയാകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മദ്രസ പഠനം നാട്ടിന്റെ പൊതുവിഷയമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കൗമം, നമ്മുടെ സമൂഹം ഇനിയും പിറകിലായിക്കൊണ്ടേയിരിക്കും. ബേസ് മതപരമായ അറിവുകളാണ്, മതപരമായ അറിവുകൾ നിഷേധിക്കാനാവാത്തതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, മദ്രസയെക്കുറിച്ച് നമ്മൾ പരാതി പറയുന്നത് യോഗ്യരായ അധ്യാപകരെ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ആ പരാതിയെ അംഗീകരിക്കാം, നമുക്കതിനോട് യോജിക്കാം, വിയോജിക്കാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ ഉത്തരവാദി ആരാ? മുമ്പ് കാലത്തെ മദ്രസയിൽ പഠിപ്പിക്കുന്നവർ ദീനീ വിജ്ഞാനമുള്ള അഗാധ പണ്ഡിതന്മാരായിരുന്നു. ഇന്ന് ആർക്കും ഈ മേഖലയിൽ കടന്നു വരാൻ പറ്റും എന്ന് പറയുന്ന സാധ്യതകൾ ആരാ തുറന്നു വെച്ചത്? തുച്ഛമായ ശമ്പളമായിരിക്കും. തുച്ഛമായ ശമ്പളം കൊടുക്കുമ്പോഴും കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് നാട്ടിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ്. ആൾക്കാർ പൈസ കൊടുക്കുന്നില്ലെങ്കിൽ കമ്മി വരും. കമ്മി വരുമ്പോൾ തീർച്ചയായും കമ്മിറ്റി ഭാരവാഹികൾ പൈസന്റെ വിഷയത്തിൽ കുറച്ച് താല്പര്യക്കുറവ് കാണിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ആർക്കാ പരിഹരിക്കാൻ സാധിക്കുക? നാട്ടുകാർക്കാ പരിഹരിക്കാൻ സാധിക്കുക. മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കുന്നത് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയിൽ ഈ നാട്ടിൽപ്പെട്ടവർ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മദ്രസയിൽ കുട്ടികളെ അയക്കാൻ തയ്യാറാവണം. അയക്കലും അയക്കാതിരിക്കലും അവരവരെ ഇഷ്ടമാണ്. വേണമെങ്കിൽ അയച്ചോളൂ, വേണ്ടെങ്കിൽ അയക്കണ്ട എന്ന ഒരു ധിക്കാരപരമായ സെന്റൻസ് എന്നിൽ വന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കണ്ണങ്ങ് ചിമ്മിപ്പോയാൽ, നമ്മുടെ ശ്വാസം അങ്ങ് നിന്നുപോയാൽ പിന്നെ നിലനിൽക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടിയ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ തൂക്കി നോക്കിയാൽ 2 കിലോയോളം വരും. 2 കിലോ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും. എത്രയെങ്ങാനും SLC മുതൽ അങ്ങ് പഠിച്ച് സെറ്റ് ഇനി അങ്ങോട്ടുള്ള ഒരു റിസർച്ചിന്റെ സർട്ടിഫിക്കറ്റുകളും 2 കൊല്ലം കഴിഞ്ഞാൽ എന്റെ കയ്യിലേക്ക് വരികയാണ്. എത്രയെങ്ങാനും സർട്ടിഫിക്കറ്റുകൾ തൂക്കി നോക്കിയാൽ 2 കിലോ വരും. ഈ 2 കിലോ ഏകദേശം ഈ സർട്ടിഫിക്കറ്റുകൾ ഞാനൊന്ന് 2 ദിവസം കടന്നുപോയാൽ തീർന്നില്ല. ഇതിന്റെ വില തീർന്നില്ലേ? പിന്നെ ഏതാ ബാക്കി നിൽക്കുന്ന സർട്ടിഫിക്കറ്റുകൾ? ഏതാ? അള്ളാഹുവിന്റെ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കലാമാകുന്ന സൂറത്തുൽ അലഖിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്
ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുകൽ അക്റമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹു വിജ്ഞാനത്തെ ഒന്നായിട്ടാണ് എണ്ണുന്നത്. ഒറ്റ മാത്രമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഏതറിവുകളുണ്ടോ അത് മുഴുവൻ ദീനിയായ അറിവുകളാണ്. അതിൽ ബയോളജി പെടാം, ഫിസിക്സ് പെടാം, കെമിസ്ട്രി പെടാം, എല്ലാം പെടാം. അതിൽ റബ്ബിന്റെ നാമം ഉണ്ടായിരിക്കണം, റബ്ബിലേക്ക് ചേർക്കുന്നതായിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഇനി ഒത്തുകൂടാനിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു പള്ളികളിലേക്ക് പോകുന്ന ആരായാലും മദ്രസ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും അതൊരു യജ്ഞമായിട്ട് കാണാനും നമ്മൾ തയ്യാറാവണം. അത് നാട്ടിന്റെ നട്ടെല്ല് നിലനിൽക്കാൻ നിർബന്ധമായ കാര്യമാണ്. കുറെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായി, അവരൊക്കെ കാറിൽ വന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി ജോലി സ്ഥലത്തേക്ക് പോയാൽ നാട്ടിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഒരു ഗുണം കിട്ടാനില്ല. അവരവരെ തുരുത്തിൽ ജീവിക്കുന്നു. അവർ കാറിൽ വരുന്നു, വീട്ടിലേക്ക് പോകുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു, വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. അതിനപ്പുറം കണ്ടാൽ അസ്സലാമു അലൈക്കും പറയുന്നു. എന്തുകൊണ്ട് വിശേഷം, നിങ്ങൾ എന്താ ഇങ്ങനെ മുടഞ്ഞു നടക്കുന്നത്, നിങ്ങളെ മുഖത്തെ ഒരു അസ്വസ്ഥത കാണുന്നത് എന്ന് ചോദിക്കുന്ന ഒരു നാട്, ആ നാടുണ്ടായിത്തീരണമെങ്കിൽ മതപരമായ അറിവ് അത്യാവശ്യമാണ്. മനുഷ്യനെ കൂട്ടിച്ചേർക്കാൻ മതപരമായ അറിവുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യനിൽ പോസിറ്റീവ് ഫീലിംഗ് ഇട്ടുകൊടുക്കുന്നത് മതപരമായ അറിവുകൾ മാത്രമാണ്. മറ്റുള്ളതൊക്കെ യുക്തിപരമാണ്, ചിന്താപരമാണ്. പരിശോധിച്ചു നോക്കൂ, 10ാം ക്ലാസ്സിലെ 10 വിഷയങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. എവിടെയാ മനുഷ്യന്റെ വൈകാരികതയെ ഉണർത്തുന്ന കാര്യമുള്ളത്? എവിടെയുള്ളത്? എന്നാൽ മതപരമായ വിഷയത്തിൽ ഖുർആൻ മുതൽ ഹദീസ് മുതൽ ഫിഖ്, അഖ്ലാഖ്, എല്ലാ വിഷയങ്ങളും എല്ലാം മനുഷ്യനെ പരസ്പരം ചേർക്കുന്നതാകുന്നു. ദീനീപരമായ കെട്ടുറപ്പും മതപരമായ ഭദ്രതയുമുള്ള ഒരു നാട്ടിൽ പരിശോധിച്ചു നോക്കിയാൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നല്ലാതെ അത് ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ യോജിപ്പിക്കാൻ പെട്ടെന്ന് സാധിക്കുന്നു. ഭൗതികമായി മെറ്റീരിയലായി കുറെ ഉണർന്നു പോയവരുണ്ടെങ്കിൽ അവർ ഭംഗിയായി ജീവിക്കുന്നു, നല്ല നിലയിൽ ജീവിക്കുന്നു എന്നല്ലാതെ നാട്ടിൽ ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ വരും. നാട്ടിന്റെ യൂണിഫോമിറ്റി ഉണ്ടാക്കുന്നത് മദ്രസകൾ മാത്രമാണ്. അള്ളാഹു നമുക്ക് ഖൈറും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. മറ്റൊരു സംഭവം കൂടി പറയാം. അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് പോയപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താ? 13 കൊല്ലം മക്കത്ത് താമസിച്ചു റസൂൽ. നിർബന്ധിത ഘട്ടത്തിൽ ഹിജ്റ പോകേണ്ടി വന്നല്ലോ. മദീനയിലേക്കല്ലേ റസൂൽ പോയപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണ്? അവിടെ ഒരു പള്ളി എടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പള്ളി ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ആ പള്ളിയിൽ അഹ്ലുസ് സുഫ പഠിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഭാഗം തന്നെ പ്രവാചകർ നിർണയിച്ചു കൊടുത്തു. ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം, പഠിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലം. ആ പള്ളിയിൽ 2 വിഭാഗം ജനത്തെ കാണാൻ സാധിക്കും. ഒന്ന് സ്ഥിരമായി ആ ചെരുവിലിരുന്ന് പഠിക്കുന്നവർ, മറ്റൊന്ന് ഇടയ്ക്കിടെ വന്നു പോകുന്നവർ. 2 വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അഹ്ലുസ് സുഫയിൽ. അഹ്ലുസ് സുഫന്റെ സെയിം പാറ്റേൺ, സെയിം മോഡലാണ് ഇന്ന് കാണുന്ന മദ്രസ സംവിധാനം. അതിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തെ മറക്കുന്നില്ല. ആ സംവിധാനത്തെ 100% നിലനിർത്തി പോകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സംവിധാനമാണ്, അതിന്റെ ആശയം അതാണ്. എന്നിട്ട് ഇവിടെ വരുന്ന താമസിച്ച് പഠിക്കുന്ന 80ഓളം വിദ്യാർത്ഥികൾക്ക് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ആയിരുന്നു രാത്രി ഭക്ഷണം കൊടുത്തിരുന്നത്. രാത്രി ഭക്ഷണം ആ സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിൽ ദർസ് സംവിധാനമായിരുന്നു. മറ്റൊന്ന്, ഇതിന്റെ ചെലവിലേക്കായി അള്ളാഹുവിന്റെ റസൂൽ ബൈത്തുൽ മാലിൽ നിന്ന് പ്രത്യേകമായി ധനം അലോട്ട് ചെയ്തിരുന്നു, പണം അലോട്ട് ചെയ്തിരുന്നു. അസുഫയിൽ നൽകിയ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസമായിരുന്നു എന്ന് കാണാം. ഖുർആനുണ്ട്, ഹദീസുണ്ട്, അതേപോലെ തന്നെ ഖുർആൻ പാരായണമുണ്ട്, നബിചര്യയുണ്ട്, അനുഷ്ഠാന കാര്യങ്ങളുണ്ട്, സംശയ ദൂരീകരണമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹദീസ് കൂടി പറഞ്ഞാൽ സമയം നീണ്ടുപോകും എന്നുള്ള പേടിയുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ അഹ്ലുസ് സുഫയിലേക്ക് വരികയാണ്. അഹ്ലുസ് സുഫ എന്ന് പറഞ്ഞാൽ സഹാബാക്കളൊക്കെ ഇരുന്ന്, ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ഇരുന്ന് മതപരമായ അറിവുകൾ പഠിക്കുന്ന ഒരു രംഗമാണ് അഹ്ലുസ് സുഫ എന്ന്. അവിടേക്ക് വന്നപ്പോൾ റസൂലുള്ള 2 വിഭാഗം ജനത്തെ കണ്ടു. കുറച്ച് ആൾക്കാർ പള്ളിയിൽ നമസ്കരിക്കുന്നു, കുറച്ച് ആൾക്കാർ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. 2 വിഭാഗം ജനങ്ങൾ. ഇതിലേതാണ് റസൂല് ഖൈറെന്ന് ചോദിച്ചു ഒരു സഹാബി. റസൂല്, അതാണോ, അവിടെ ഇരുന്ന് പഠിക്കലാണോ നല്ലത്, ഇവിടെ ഇരുന്ന് ആരാധിക്കലാണോ നല്ലത്? റസൂൽ പറഞ്ഞു, രണ്ടും നല്ലതാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠനത്തിലായിരിക്കുന്നവരോടൊപ്പം പോയിരിക്കുകയും അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം എന്താണ്?
അറിവുകളാണ് ആരാധനക്ക് സൂക്ഷ്മത ഉണ്ടായി കൊടുക്കുന്നത്. പ്രാഥമികമായ അറിവുകൾ. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഖുർആൻ ഉണ്ടല്ലോ. ഇതിൽ ഖുർആൻ പാരായണം നോക്കി ഓതാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഖുർആൻ നോക്കി ഓതാൻ കഴിയുന്നവർ. അതറിയാത്തവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, ഹിന്ദു അറിയാം, ഉറുദു അറിയാം, എല്ലാ ഭാഷകൾ അറിയാലോ. അതേപോലുള്ള ഭാഷയല്ലേ അറബി ഭാഷ. ഏറ്റവും ഈസിയായി പഠിക്കാൻ കഴിയുന്ന ഭാഷയാ അറബി ഭാഷ. എല്ലാം മറ്റുള്ള ഭാഷകളൊക്കെ എഴുതുമ്പോൾ നോക്കൂ, ഉന്തലാണ്. ഇങ്ങനെ അങ്ങോട്ട് വായിക്കുന്നത് അങ്ങോട്ടേക്ക് ഉന്തിപ്പോക്കാം. മലയാളം, ഇംഗ്ലീഷ് എല്ലാം അങ്ങോട്ട് ഉന്തലാണ്. അറബി വലിക്കലാണ്. ഉന്താനാണോ സുഖം, വലിക്കാനാണോ സുഖം? ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. എഴുതുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഉന്തലാണ്. നമ്മൾ അറബിയിൽ എങ്ങനെയാണ്? ഇങ്ങോട്ടേക്ക് വലിക്കലാണ്. വലിയൊരു സുഖമുണ്ട്. ഈ സുഖമുള്ള ഭാഷയെ നമ്മൾ ഒഴിവാക്കിയിട്ട് മറ്റു ഭാഷകൾ നാടലോടൊപ്പം ഒന്നുകൂടി പറയാം, വിദേശ ഭാഷ പഠിക്കാൻ പ്രവാചകർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അറബി അറിയാം, ഹീബ്രു അറിയാം, കോപ്റ്റിക് ഭാഷ അറിയാം, പേർഷ്യൻ ഭാഷ അറിയാം. ഈ ഭാഷകളോടൊന്നും ദീനൊരിക്കലും എതിരല്ല. നമ്മൾ ഒന്നിനെ മാറ്റി വെച്ചിട്ട് അതുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ സ്റ്റാറ്റസ് കിട്ടൂ എന്ന മൂഢവിചാരത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ നിലനിൽപ്പ് കൂടുതൽ കാലം മുന്നോട്ട് പോകില്ല. സമൂഹത്തിൽ ഭദ്രമായി മുന്നോട്ട് പോകേണ്ട ഈ സമുദായം തകർന്ന് ശിഥിലമായി, ആർക്കും പരസ്പരം നോക്കാൻ കഴിയാത്തവരായി, കുറ്റം പറയുന്നവരായി അധപ്പതിച്ച് തരംതാണ് പോകുന്നതിന്റെ പിറകിൽ നാം പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്ന തിരിച്ചറിവാണ് ശവ്വാലിൽ മദ്രസകൾ തുറക്കുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിത്തീരേണ്ടത്. നമ്മുടെ മക്കളെ നിർബന്ധമായി മദ്രസയിലേക്ക് അയക്കണം. അവൻ 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഏത് ക്ലാസ്സിലും പഠിച്ചോട്ടെ. അതോടൊപ്പം മതപരമായ അറിവുകൾ. ഉമ്മ ഞാൻ വരുന്നു ഉമ്മ എന്ന് പറയുന്ന ഒരു മകൻ, ഉപ്പ ഞാൻ സ്കൂളിലേക്ക് പോട്ടെ ഉപ്പ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഒരു മകൻ നമുക്ക് വേണ്ടേ? സ്വപ്നമില്ലേ നമുക്കങ്ങനെ? അല്ലേ? നമുക്കൊക്കെ പരാതിയല്ലേ, മക്കൾ അനുസരിക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. അതിന് കാരണം എന്താ? മതപരമായ അറിവിന്റെ അഭാവം തന്നെയാണ്. പ്രായസഹജമായ ചില പ്രശ്നങ്ങൾ കാണാം. മതപരമായ അറിവിന്റെ അഭാവമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. മാത്രമല്ല, ഒന്നുകൂടി പറയാം, റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയും മാസ്റ്റർ ഓഫ് ബുക്കും നമ്മുടെ കയ്യിലാണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും നമ്പർ 1 റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു മദീനത്തുൽ മുനവ്വറയിലെ പ്രവാചകന്റെ പള്ളി. ഏറ്റവും വലിയ മാസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് അത് ഖുർആനാണ്. അത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ആ 2 സംവിധാനം ഉണ്ടായിട്ട് അതിനെ വിളക്കി ചേർക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നാം സ്വയം പേറേണ്ടി വരും. അള്ളാഹു നമുക്ക് ഖൈറും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മദ്രസ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായി കാണാൻ രക്ഷിതാക്കൾ ഉയർന്ന് പ്രവർത്തിക്കുകയും അതാത് മഹല്ലിലെ മദ്രസകളെ സജീവമാക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. കേവലം രക്ഷപ്പെടാൻ വേണ്ടി സൺഡേ സ്കൂളിലേക്ക് അയച്ച് 1-2 മണിക്കൂറിൽ സ്കൂളിലേക്ക് അയച്ച് മദ്രസയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട വിദ്യാഭ്യാസം കിട്ടില്ല. പിന്നെ അയക്കുന്നു എന്ന് തൂക്കമുപ്പിക്കാൻ വേണ്ടി ചെയ്യാമെന്നല്ലാതെ 6 ദിവസം നടക്കുന്ന മദ്രസകൾ വെള്ളി ഒഴിവാക്കി 6 ദിവസം നടക്കുന്ന മദ്രസകളിൽ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അയച്ചാൽ കുറച്ചു കാര്യമെങ്കിലും കിട്ടും. കുറച്ചുണ്ടെങ്കിൽ മാത്രമേ ഇക്കാലത്ത് ജീവിക്കാൻ സാധിക്കൂ. മാത്രമല്ല, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് കുറച്ചെങ്കിലും ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ തന്നുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം, സൂക്ഷ്മത പാലിക്കണം. അതിനാവട്ടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ നമ്മളെല്ലാവരെയും നീ ഖൈറിന്റെ ആൾക്കാരിൽ പെടുത്തണേ പടച്ചവനെ. അള്ളാഹുവേ മതപരമായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, മതപരമായി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിന്നെ ഓർമ്മിക്കാൻ, ആ അടിത്തട്ടിൽ നിന്നുകൊണ്ട്, ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതികമായി കൂടുതൽ ഉയർന്നു പോകാൻ, അക്കാദമിക് മേഖലയിൽ കൂടുതൽ അറിവുകൾ നേടാനുള്ള സാഹചര്യം അള്ളാഹുവേ നമുക്ക് നീ തരണേ പടച്ചവനെ. ഭൗതികമായി നമ്മളെ നീ ഉയർത്തണേ അള്ളാഹുവേ. ആത്മീയമായ അറിവുകൾ കൊണ്ട് നമ്മുടെ കൽബുകളെ നീ നിറക്കണേ പടച്ചവനെ. ആത്മീയമായ അറിവിന്റെ മുകളിൽ അടിത്തറയിൽ എടുക്കുന്ന മറ്റ് അറിവുകൾ അള്ളാഹുവേ അതിനെയും നേടാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും തുറന്നു തരണേ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ പടച്ചവനെ. നല്ല അറിവിനെ നീ കൊടുക്കണേ ഓർമ്മശക്തിയെ കൊടുക്കണേ പടച്ചവനെ. നമ്മളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ നിന്ന് പെടുത്തണേ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.